ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി സ്റ്റീഫൻ. എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവാങ്കുളം വഴി മൂവാറ്റുപുഴ പോകുന്ന റൂട്ടിൽ കോലഞ്ചേരിക്ക് മുൻപായി ചൂണ്ടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും റൈറ്റ് കയറിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും രാമമംഗലം, പാമ്പാക്കുട വഴി നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരീക്കൽ വാട്ടർഫോൾസിൻ്റെ അടുത്താണ്. മൺസൂൺ സീസണിലാണ് ഇവിടെ കൂടുതൽ വെള്ളം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ കണ്ടതുപോലെ വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റുന്നില്ല. മോശമായിട്ടുള്ള വെള്ളമാണ് കിടക്കുന്നത്. അതുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഴ സീസണിൽ തന്നെ വരാൻ നോക്കുക. ഇനി ഞാനിവിടെ നിന്ന് പോകുന്നത് കോട്ടപ്പാറ ഹിൽസിലേക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് നാൾ മുമ്പ് പ്രശസ്തമായ ഒരു സ്ഥലമാണത്, കോട്ടപ്പാറ വ്യൂ പോയിന്റ്. അവിടെ മനോഹരമായ വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അരീക്കൽ നിന്നും മൂവാറ്റുപുഴ ടച്ച് ചെയ്യാതെ കോട്ടപ്പാറ പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ. അതിനായി ആരക്കുഴ, വാഴക്കുളം, കല്ലൂർക്കാട് വഴി കടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരണം. എറണാകുളത്ത് നിന്ന് നേരിട്ട് വരുന്നവർക്ക് മൂവാറ്റുപുഴ വന്നിട്ട് പോത്താനിക്കാട് വഴി കടവൂർ എത്തിച്ചേരാവുന്നതാണ്. കടവൂർ എത്തിയതിനു ശേഷം അവിടെ നിന്നും 5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വണ്ണാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെത്താം. വണ്ണാപ്പുറത്ത് നിന്നും 3.5 കിലോമീറ്റർ മാത്രമേ കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ണപ്പുറം ടൗണിലെത്തി. ഇവിടെ നമുക്ക് ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പ് കാണാം. അതിനോട് ചേർന്ന് തന്നെ റോയൽ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബേക്കറിയും ഇവിടെ കാണാം. ഇതിന് രണ്ടിനും നടുവിലൂടെ കിടക്കുന്ന ഈ വഴിയിലൂടെ കയറിയാൽ നമുക്ക് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്.
അങ്ങനെ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നമ്മളെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മളങ്ങനെ കോട്ടപ്പാറ ഹിൽസിൻ്റെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വേണം മുകളിലേക്ക് നടന്നു കയറാൻ. ഇവിടെ വരെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിലെത്താം. പാർക്കിങ്ങിനൊന്നും വലിയ സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ഒരുക്കിയിട്ടൊന്നുമില്ല, കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇപ്പോഴും ആക്കിയിട്ടില്ല. എന്നാലും നമുക്ക് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിലേക്ക് കയറി പോകേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് കയറി വന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. അവിടുത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബാക്കിൽ. ഇവിടെ ഇപ്പോൾ ആകെ വിജനമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കണം ആരും തന്നെ ഇവിടെ ഇല്ല. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിയായിട്ടുണ്ട്.
ഇതാണ് ഈ മലയുടെ ഏറ്റവും ഉയർന്ന പ്രദേശം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. താഴേക്ക് പാറയാണ്. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നിൽക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കരുത്. ഞാനപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ സേഫായിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ നടന്നു പോവുക. മാക്സിമം അരികത്തൂടെ പോവാതിരിക്കുക. കുറച്ചുള്ളിലേക്ക് കയറി വഴികൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പരമാവധി ആ വഴിയിലൂടെ തന്നെ നടക്കാൻ ശ്രമിക്കുക. ഇക്കാണുന്ന 2-3 ചെറു ചായക്കടകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതും പ്രദേശവാസികൾ തന്നെ സഞ്ചാരികൾ വന്നു തുടങ്ങിയതിൽ പിന്നെ ആരംഭിച്ചതാണ്. ഏകദേശം 5-6 മാസമേ ആയിട്ടുള്ളൂ ഈ കടകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭംഗിയാണ് ഇവിടെ ശരിക്കും കിട്ടുന്നത്. ആ രാവിലത്തെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.